ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഡ്രൈ ഫ്രൈ. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസും എല്ലാം കട്ട് ചെയ്ത് സൈസാക്കി വെച്ചിട്ടുണ്ട്. ബീഫും എല്ലാം വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. കഴുകി വൃത്തിയാക്കിയ ബീഫ് 1 കിലോ, 4 സബോള, 1 തക്കാളി, 2 വെളുത്തുള്ളിയുടെ തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തത്, ഒരു 2 ഇഞ്ച് ഇഞ്ചിയും, ഒരു 5-6 പച്ചമുളക്, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ, അതായത് കറുപ്പിച്ചെടുത്ത ബീഫ് ഫ്രൈ എന്നൊക്കെ നമ്മുടെ തൃശ്ശൂർക്കാർ പറയും. തൃശ്ശൂർക്കാർക്ക് ബീഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹരമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഞാൻ ഒന്നുകൂടി പറയാം. കഴുകി വൃത്തിയാക്കിയ ബീഫ്, സബോള, ഒരു തക്കാളി മെയിൻ അതിൻ്റെ ജ്യൂസിന് വേണ്ടിയിട്ടാണ്, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും, ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിന് ആവശ്യമുള്ളൂ. ഇനി വേപ്പിലും കൂടി ആവശ്യമുണ്ട്. നമ്മൾ ഫ്രഷായിട്ട് പൊട്ടിക്കും. ഓക്കെ. അപ്പോൾ അതിനിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആദ്യമായിട്ട് ബീഫ് നമ്മൾ വേവിക്കണം. കുക്കറിലിട്ടിട്ട്, ഉരുളിയിലിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ അതിന് ഒരുപാട് സമയം പോകും. നമ്മളതിന് കുക്കറിലിട്ട് വേവിക്കണം. നമ്മൾ ബീഫ് കുക്കറിലിട്ട് വേവിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് കഴുകി കഴിഞ്ഞ കുക്കറിലേക്ക് ഇടുന്നു. നമ്മൾ മറ്റുള്ള വ്ളോഗർമാരെ പോലെ ഒന്നും ഹൈഡ് ചെയ്യലൊന്നുമില്ല, എല്ലാം നമ്മൾ കാണിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് സബോള, കുറച്ച് ഇഞ്ചിയും പച്ചമുളകും, കുറച്ച് വെളുത്തുള്ളി, 1 സ്പൂൺ ഉപ്പ്, ഒരു ഇച്ചിരി കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് എന്ത് ഫുഡിലും മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കൂടുതൽ ചേർക്കണം. കുറച്ച് ഗരം മസാലപ്പൊടി, രണ്ട് സ്പൂൺ മുളക് പൊടി, രണ്ടോ 3 സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ വേറൊരാളുടെ സഹായം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിത് തന്നെ ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇതിനായിട്ടൊക്കെ പുറമെ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ചൊറുക്ക. ഇതെന്തിനാണെന്നുണ്ടെങ്കിൽ ചൊറുക്കിയും കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കണേൽ, അപ്പോൾ ഇതിനെ മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ആ ഒരു സ്മെല്ല് വരുമല്ലോ. കുറച്ച് ചൊറുക്കൊഴിച്ചു, കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമ്മൾ ഇവനെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് കുട്ടപ്പനാക്കി എടുക്കണം. ഈ ബീഫിനെയും സബോളനെയും ബാക്കിയുള്ള മസാലയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കുട്ടപ്പനാക്കി എടുക്കണം. എന്നാലും ഉപ്പും മുളകും ഇതെല്ലാം എല്ലായിടത്തേക്കും സെറ്റാവുള്ളൂ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് സ്റ്റൗവിൽ വെക്കാം. വെച്ച് കഴിഞ്ഞിട്ടൊരു വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ് നേരം സിമ്മിലിട്ടിട്ട് വെച്ചിട്ട് ഓഫാക്കുക. അതാണ് ഇതിൻ്റെ വേവ്. ആ സമയം കൊണ്ട് പാരലായിട്ട് ഇപ്പുറത്ത് ഉരുളിയിൽ ഈ സബോളയും സാധനങ്ങളൊക്കെ വാട്ടി കറുപ്പിച്ചെടുക്കാം. അപ്പോൾ അവിടെ മിക്സിങ് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ കുക്കറിൽ വേവിക്കാൻ പോകണം. നമ്മൾ ഗ്യാസ് സ്റ്റൗ കത്തിക്കുന്നു. കുക്കർ സ്റ്റൗവിൽ വെച്ചു. ഒന്ന്
നമ്മൾ കുക്കർ മൂടാൻ പോവാണ്. കുക്കർ മൂടുമ്പോൾ ഒരിക്കലും വെയിറ്റ് ഉപയോഗിക്കാൻ പാടില്ല. മൂടിയതിന് ശേഷം വെയിറ്റ് ഉപയോഗിക്കാൻ പാടില്ല. കുക്കർ മൂടി വെയിറ്റ് ഇട്ടു. അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമ്മൾ ഉരുളി എടുത്ത് കഴുകി ഇതിനുള്ള പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉരുളീനെടുത്ത് കഴുകി സബോളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലൊക്കെ വഴറ്റുന്നതാണ്. അപ്പോൾ ഞാനൊന്ന് പോസ് ചെയ്യണം. നമ്മുടെ ഈ കാരണന്മാരൊക്കെ പറയാം, നമ്മളിപ്പോൾ എന്ത് നോൺ സ്റ്റിക്ക് ആയാലും എന്തൊക്കെയായാലും നമ്മൾ സാധാരണ ഉരുളിയിലുണ്ടാകുന്ന ടേസ്റ്റ് ഒന്നിനും കിട്ടില്ല. നമ്മുടെ ബീഫ് അവിടെ വേവുന്നുണ്ട്. നമ്മൾ ഉരുളി കഴുകി കത്തിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം പോകാണ്ട്, വെള്ളം പോയി കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ ഒഴിച്ച് വെളിച്ചെണ്ണ അപ്പോൾ ഇതോട് വെള്ളം വറ്റിക്കഴിഞ്ഞെങ്കിൽ ഇപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഹാക്ക് കൂടി പറഞ്ഞുതരാം. അതായത് നമ്മൾ ചെയ്യാണ്ട് പോണ കാര്യം, നമ്മൾ ഈ ഓയിലൊക്കെ കവർ ചെയ്യുന്ന കുപ്പിയിലേക്ക് ഒഴിച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ബാക്കിയുണ്ടാവും. നമ്മൾ ഈ ഓയിലിനിങ്ങനെ പിടിച്ച് പറ്റാന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു പപ്പട കുത്തി വെച്ച് കഴിഞ്ഞെങ്കിൽ ഈ ഓയിൽ മുഴുവൻ ഇതിലേക്ക് വീഴും. ഞാനിപ്പോൾ കാണിച്ചു തരാം. നമുക്ക് ഈ പപ്പടം കുത്തിമേ ഇങ്ങനെ വെച്ചു. അപ്പോൾ അതിൽ നിന്നിങ്ങനെ ഓയിൽ ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓയിൽ വേസ്റ്റ് ആവില്ല. ഓക്കെ, നമ്മളിതിൽ ഓയിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചങ്ങോട്ട് നീക്കി വയ്ക്കാം. കുറച്ച് പെരിഞ്ജീരകം, ഇത് നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്റ്റൈൽ ഓഫ് കുക്കിംഗ് ആണ്. ഇച്ചിരി പെരിഞ്ജീരകം ഇതിലേക്കിടാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പെരിഞ്ജീരകം ഇട്ടു. ആ പെരിഞ്ജീരകം പൊട്ടിക്കഴിയും. പെരിഞ്ജീരകം എന്തിനിടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു രീതിയാണ്. പെരിഞ്ജീരകം പൊട്ടിക്കഴിഞ്ഞു. ഉടനടി നമ്മൾ ഇതിലേക്ക് സബോള ഇട്ടു. വീഡിയോ ചെയ്യണമെങ്കിൽ ചെറിയ പരിമിതി ഉള്ളതെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാനായിട്ട് ഒരാളില്ല. അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം മോളാണ് സാധാരണ എൻ്റെ വീഡിയോസൊക്കെ എടുക്കാറ്. ക്ലാസ് ഉണ്ട്. വൈഫിന് മോൻ്റെ കാര്യം നോക്കി അങ്ങനെ പോകണം. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. കുറച്ച് പെർഫെക്ഷൻ കുറയും. കുറച്ചൊരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. നമുക്ക് ഈ സബോള വാടിക്കഴിഞ്ഞവരെ ഞാനൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യണം. നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇടുമ്പോൾ വീഡിയോ എടുക്കാം. കാരണം വീഡിയോ വെറും ലോങ് ആയിട്ട് കാര്യമില്ല, കണ്ടൻറ്റ് മാത്രം പോരെ. ഇപ്പോൾ സബോള ഏതാണ്ട് വാടി തുടങ്ങിയിട്ട് അപ്പോൾ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ചേർത്തു. വെളുത്തുള്ളിയും ഇതിൻ്റെ ഒപ്പം ചേർക്കണം. എന്നിട്ട് കുറച്ച് നേരം പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം കരിഞ്ഞു വരും.
എല്ലാ ഭാഗവും ഈവണായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ സബോള ആദ്യം പെരിഞ്ചീരകം ഇട്ടു, പിന്നെ സബോള ഇട്ടു. സബോള ഒന്ന് വാടി തുടങ്ങിയപ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് മൂന്നിട്ട് ആഡ് ചെയ്യും. സൈഡിൽ നമ്മുടെ കുക്കർ വിസിലടിച്ച് പിന്നെ നമ്മൾ സിമ്മാക്കാം. ഇനി കറക്റ്റ് 10 മിനിറ്റ് സിമ്മാക്കി വെച്ചിട്ട് ഓഫ് ചെയ്യുക. പാരലായിട്ട് ഇവിടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സബോള ഒക്കെ വഴറ്റിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ വിസിൽ വന്നിട്ട് 10 മിനിറ്റ് നമ്മൾ സിമ്മാക്കി വെച്ചു. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. കാരണം ബീഫ് ആവശ്യമുള്ള വേവായുണ്ട്. കാരണം നമ്മളിതിപ്പോൾ ഡ്രൈ ഫ്രൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഉരുളിയിലിട്ട് വേവിക്കുമ്പോൾ ഒന്ന് വേവാകും. അപ്പോൾ ഇതിൻ്റെ വേവ് ഇത്രയും മതി. ഇനി നമുക്ക് ഈ സബോളയിലേക്ക് ഞാനിത് സിമ്മാക്കി വെച്ചിട്ടുണ്ട്, കൂട്ടാം. ഈ സബോളയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, രണ്ട് സ്പൂൺ മല്ലിപ്പൊടി, ഈ കറുപ്പിച്ചെടുക്കുന്ന ബീഫിൻ്റെ മെയിൻ 2 ഇൻഗ്രീഡിയൻറ്റ് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയാണ്. ഇത് രണ്ടും കയറിയാലിന് ഇതിൻ്റെ കളർ കറക്റ്റും ഫ്ലേവറും വരുള്ളൂ. പിന്നെ നമ്മൾ ആദ്യം ഇട്ടിട്ടുള്ള പെരിഞ്ചീരകം, അതിന് ഫ്ലേവർ കൊടുക്കുന്നത് വേറൊരു ഏജൻറ്റ്. മുളക് പൊടി 2 സ്പൂൺ. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇട്ടേണ്ട സാധനങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇത് ഇളക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കരിയാതിരിക്കാനായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഓരോ ഭാഗം കരിഞ്ഞിടുന്നു. ഇങ്ങനെ ഇളക്കൽ തന്നെയാണ് ഈ ബീഫിൻ്റെ മെയിൻ പരിപാടി. ഇളക്കി അടിപിടിക്കാണ്ടും കരിയാണ്ടും നമ്മൾ ഇതിനെ എടുക്കണം. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, വർഗീസ് ഇത് എങ്ങനെയാണ് ഇത് സാധിക്കണേ, ഇതൊക്കെ എങ്ങനെ സംഭവിക്കണോ, ഇനി എങ്ങനെ ഈ ബീഫ് കറുപ്പ് കളറാക്കി എടുക്കണമെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അത് കാരണം കൊണ്ട് നമ്മൾ നേരിട്ടൊരു വീഡിയോ ഇട്ട് ഡയറക്റ്റ് ലൈവായിട്ട് ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് ഒരു വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത്. നമുക്ക് വീഡിയോ ക്യാമറ പിടിക്കാനായിട്ട് ഒരാളില്ലാത്തതിൻ്റെ സഹായത്തിൻ്റെ കുറവുണ്ട്. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതൊന്നുകൂടി നന്നായി ഫ്രൈ ആവട്ടെ. അപ്പോൾ നമ്മുടെ സബോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതും ഫ്രൈ ആയി. നമ്മളതിനെ പതുക്കെ അടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റണം. അതിനുശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടിരിക്കണം. ഗ്യാസ് ഓൺ ചെയ്തിട്ട് ബീഫിനെടുത്ത് ഉരുളിയിലിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒപ്പം ബീഫ് ഇട്ടതിന് എന്തുണ്ടാവുകയാണെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സബോളയും സാധനങ്ങളൊക്കെ ഇത് മാറ്റി വീണ്ടും ബീഫിനെടുത്ത് വരട്ടണം. നമ്മൾ ഈ സബോളയൊക്കെ ഫ്രൈ ചെയ്തെടുത്ത പോലെ ബീഫിനെടുത്ത് ഫ്രൈ ചെയ്ത് എടുക്കണം. ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ ഇത് കാലിയായി, ഉരുളി കാലിയായി. നമ്മൾ വീണ്ടും കത്തിച്ചു. കുക്കറിൻ്റെ വിസിൽ തുറന്നു. അവസാനത്തെ വിസിലേക്ക് പോയി കുക്കറിൻ്റെ ഡോറ് തുറന്നു. കുക്കറിൽ എന്താണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കാണാം. നമ്മൾ ചെയ്യേണ്ടത് വെന്തോ നോക്കണം. അതിനെ വെള്ളം കളയാനായിട്ട് ആദ്യം ഒന്ന് തിളപ്പിക്കാം. കത്തിച്ചു. അല്ലെങ്കിൽ ഇതിൽ തിളപ്പിക്കാം, അല്ലാതെ നമുക്ക് ഉള്ളിലിട്ടിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം. എന്തുവേണം ചെയ്യാം. ഒരു കാര്യം ചെയ്യാം, ഉള്ളിലിട്ട് നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാം.
അപ്പോൾ നമ്മൾ ഇവനെ ഇതുപോലെ ആക്കിയെടുക്കണം. ഈ ബീഫിനെ നമ്മൾ ഇതുപോലെ ആക്കിയെടുക്കണം. ഡാർക്കാക്കിയെടുക്കണം. സീൻ ഡാർക്കാവണം. ബീഫ് ഉടയാണ്ടിരിക്കാൻ നമുക്കൊരു കാര്യം ചെയ്യാം. ബീഫിനെ എടുത്ത് മാറ്റി വെള്ളം വറ്റിക്കാം. അല്ലെങ്കിൽ ബീഫ് ഉടയാനുള്ള സാധ്യതയുണ്ട്. ബീഫിനൊന്നും എടുത്ത് മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ബീഫ് ഉടഞ്ഞു പോകും. നമ്മൾ ബീഫിനെ വീണ്ടും കുക്കറിലേക്ക് ഇടുന്നുണ്ട്. ബീഫ് സ്ട്രെയിൻ ചെയ്ത് വീണ്ടും ഒന്നുകൂടി കുക്കറിലേക്ക് ഇടുന്നു. ബീഫിൽ നല്ല എരിവൊക്കെ ഉണ്ട്. ഉപ്പിൻ്റെ ഒരു ലേശം കുറവുണ്ടാകും. ഈ വെള്ളം വറ്റി കഴിയുമ്പോൾ ഉപ്പ് കറക്റ്റാവും. ഇതൊന്ന് വറ്റിക്കഴിയുമ്പോൾ ബീഫിനെ ഫ്രൈ ആക്കി എടുക്കാം. അല്ലാതെ ഇതിൽ കിടന്നിട്ട് ബീഫ് ഒന്നുകൂടി വെന്ത് ഉടഞ്ഞു പോകും. നമ്മളിപ്പോൾ ബീഫ് ഫ്രൈ ആക്കി എടുക്കാൻ അതിന് ഇത് ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ ഇതിലുള്ള ചൊറുക്കയുടെ എക്സ്ട്രാ ആയിട്ടുള്ള സാധനങ്ങൾ മുഴുവൻ ആവിയായി പോകും. അപ്പോൾ ബീഫ് ഉടയാണ്ട് കിട്ടും നമുക്ക്. കറിവേപ്പില, തേങ്ങക്കൊത്തും തക്കാളി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിടയ്ക്ക് നമ്മളൊന്ന് നമുക്കിനി ഈ വെള്ളം വറ്റണം. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും. ഒന്നുകൂടി ഹോൾഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ വെള്ളം വറ്റിക്കണമെങ്കിൽ നമ്മൾ ആ തേങ്ങയുടെ കൊത്തിട്ട് കൊടുത്തു. കാരണം തേങ്ങ കൊത്ത് 2 ദിവസം ഫ്രിഡ്ജിൽ ഇടുന്നിട്ടുള്ള കാരണം ഒന്ന് ഡ്രൈ ആയതുകൊണ്ട്. അപ്പോൾ അതിന് മോയ്സ്ചർ കണ്ടൻറ്റ് റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തേങ്ങയുടെ കൊത്ത് നമ്മൾ ഇട്ട് കൊടുക്കും. പെട്ടെന്ന് കാണുമ്പോൾ പ്രോൺസ് പോലെയൊക്കെ തോന്നും. പ്രോൺസ് ഒന്നുമില്ല, തേങ്ങക്കൊത്ത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഈ വെള്ളത്തിലേക്ക്. പിന്നെ ഇത് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഈ ബീഫിനെ തിരിച്ചിരിക്കിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ വെള്ളം വറ്റിച്ചതിന് ശേഷം ബീഫിനെ നമ്മളതിലേക്ക് ഇട്ടു. നമ്മൾ വെള്ളം വറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ തേങ്ങ കൊത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ബീഫിനിട്ടു. ഇനി ബീഫിനൊന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് സാധനങ്ങൾ കട്ട് തിന്നാനായിട്ട് ജോൺ പോകുന്നുണ്ട്. തക്കാളി കലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ കള്ളൻ്റെ പോലെ വന്നിട്ട് തക്കാളി എടുത്ത് തിന്നുന്നുണ്ട്. നമുക്ക് ഇവനെ ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി വറുത്തെടുക്കണം. ഇത് വീണ്ടും കള്ളം വന്നു. തക്കാളി ഇളക്കി പോയി. ഇനി കള്ളം നമുക്ക് പിടിക്കാറായുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി ഒന്ന് ഡ്രൈ ആവട്ടെ, അതൊരു വെയിറ്റ് ചെയ്യാം. കള്ളം വീണ്ടും വന്നപ്പോൾ ഒരു പിച്ച് കൊടുത്തു. ഇത് ശരിക്കും ഈ കണ്ടീഷനിൽ 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ, പിന്നെ ഇപ്പോൾ നമ്മൾ ഈ അവസ്ഥയിലൊരു 1.5-2 മണിക്കൂർ പിടിക്കും ഈ ബീഫ് വരട്ടി ഇതിങ്ങനത്തെ ഒരു ടെക്സ്ചറിലേക്ക് വരാനായിട്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുത്തിടാം. ഓക്കെ. പിന്നെ ഈ കളറ് യെല്ലോ കളറൊക്കെ മാറി ബ്രൗൺ കളറിലേക്ക് വരണം, ഈ കളറിലേക്ക് വരണം. അതുവരെ നമ്മളിത് വരട്ടിക്കൊണ്ടിരിക്കണം. ഇതൊരുവിധം ഡ്രൈ ആയി ഒടുങ്ങി. കളർ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുണ്ടാവില്ല. ബീഫ് കുറച്ച് ഇളയ ബീഫായതുകൊണ്ട് പൊടിയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മളതിലേക്ക് ഇനി നമ്മുടെ സബോളനെ ആഡ് ചെയ്യാൻ പോവാം. അധികം ഉടയാനായിട്ട് മുമ്പ് നമ്മൾ സബോളനെ ആഡ് ചെയ്യുന്നു.
ഇത് നമ്മൾ വല്ലാണ്ട് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ ഇടിയിറച്ചി പോലെയാവും ഇത്. അപ്പോൾ നമുക്ക് ഈ ടെക്സ്ചർ മാറി ഇടിയിറച്ചിയുടെ ഒരു ലെവലിലേക്ക് മാറും. നമ്മളിപ്പോൾ അതിൽ സബോള ഇട്ട് കഴിഞ്ഞു. നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഓക്കെ, നമ്മുടെ ബീഫ് തൃശ്ശൂർക്കാരുടെ ഡ്രൈ ബീഫാണ് ഈ കാണുന്നത്. ഒന്നുകൂടി ഡ്രൈ ആവാണ്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി ഷൂട്ട് ചെയ്യാം. ഒരുവിധം ബീഫ് ഡ്രൈ ആയി വന്നു, കളറായി. അതിലേക്ക് തക്കാളി കുറച്ചിട്ട് കൊടുത്തു. തക്കാളിയൊക്കെ നമ്മൾ ഇടുന്നതൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിരുന്നു. ഇപ്പോൾ ഹോട്ടലുകാരായാലും നമ്മളായാലും തക്കാളി ഇടുന്നത് ആ ഒരു പച്ചപ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അതിന് ഫ്രഷായിട്ടുള്ളൊരു ഫീല് വരും. പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് കറിവേപ്പില. ജോണ് പിടിച്ചേ, പിടിച്ചാ. നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊരു സഹായിനെ ജോൺ ബ്രോ. നമ്മളതിൽ കുറച്ച് കറിവേപ്പില ഇട്ടു. ഇനി നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. കാരണം ഇതിഞ്ഞ് ഉടഞ്ഞു പോവും ബീഫ്. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ തൃശ്ശൂർക്കാരുടെ ബീഫ് തേങ്ങക്കൊത്തിട്ടുള്ള ബീഫ് റെഡി. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ലൈക്ക്, subscribe, share and comment.